ഹലോ ഡിയേഴ്സ്, നമ്മൾ IIT JAM 2023 ക്വസ്റ്റ്യൻ പേപ്പർ സോൾവിംഗ് ആണ് നോക്കുന്നത്. പാർട്ട് എ സെക്ഷൻ 1 to 10 ക്വസ്റ്റ്യൻസ് നമ്മൾ സീരീസ് 1 വീഡിയോയിൽ ഫസ്റ്റ് വീഡിയോയിൽ നോക്കിക്കഴിഞ്ഞു. സെക്കൻഡ് വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് ക്വസ്റ്റ്യൻ നമ്പർ 11 to 30 സെക്ഷൻ എയിൽ തന്നെയില്ലേ ക്വസ്റ്റ്യൻ നമ്പർ 11 to 30 ക്വസ്റ്റ്യൻസ് ആണ് നോക്കുന്നത്. ഈ ക്വസ്റ്റ്യന് 2 മാർക്സ് ആണ് ഈച്ച്. ഇതിലത്തെ ആദ്യത്തെ ഫസ്റ്റ് 5 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. 11th question is the major product of the reaction is. അപ്പോൾ ഇവിടെ ഒരു റിയാക്ഷൻ കൊടുത്തിട്ടുണ്ട്, ഓർഗാനിക് റിയാക്ഷൻ കൊടുത്തിട്ടുണ്ട്. റിയാക്റ്റൻ്റ് 1 2 3 3 സ്റ്റെപ്സ് ഉണ്ട്. 3 സ്റ്റെപ്സ് കഴിഞ്ഞാൽ വാട്ട് ഈസ് ദ ഫൈനൽ പ്രോഡക്റ്റ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്ക് എങ്ങനെ ഇത് സോൾവ് ചെയ്യുന്നത് നോക്കാം. ഇറ്റ് ഈസ് എൻ ആൽഡിഹൈഡ് ഓൺ ട്രീറ്റിംഗ് വിത്ത് ആൽഫ ബ്രോമോ എസ്റ്റർ ഇൻ സിങ്ക്. എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് നത്തിങ് ബട്ട് റിഫോർമാറ്റ്സ്കി റിയാക്ഷനാണ്. റിഫോർമാറ്റ്സ്കി റിയാക്ഷനിൽ റിയാക്ട് ചെയ്യുമ്പം ഈ സിങ്ക് ഈ BR സെഡനിൻ്റെ ഇടയിലേക്കൂടെ അങ്ങ് ഫസ്റ്റ് ഇൻസേർട്ട് ചെയ്യും. എന്നിട്ട് ഓക്സിജനിൽ സെഡൻ BR അറ്റാക്ക് ചെയ്യും. റിമൈനിങ് ആനിയോൺ CH2COOET ഈ കാർബണിൽ അറ്റാക്ക് ചെയ്യും. അപ്പോൾ CH2COET ഈ കാർബണിൽ അറ്റാക്ക് ചെയ്യും. ഓക്സിജനിൽ OZN-BR വരും. നെക്സ്റ്റ് നടക്കുന്നതിൻ്റെ ഹൈഡ്രോളിസിസ് ആണ്. OZN-BR ഹൈഡ്രോളൈസ് ചെയ്തിട്ട് OH ആവും. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പിൽ വെൻ ആൻ ആൽഡിഹൈഡ് റിയാക്ടിങ് വിത്ത് ആൽഫ ബ്രോമോ ഈഥൈൽ അസറ്റേറ്റ് ഇൻ പ്രസൻസ് ഓഫ് സിങ്ക് റിഫോർമാറ്റ്സ്കി റിയാക്ഷൻ ഈസ് ടേക്കിംഗ് പ്ലേസ്. എന്നിട്ട് നമ്മൾക്ക് കിട്ടുക ആൽഫ ഹൈഡ്രോക്സി എസ്റ്റർ. ഇവിടെ നോക്കേണ്ടത് OHും CH2COET ഈസ് അറ്റാച്ചിങ് ഓൺ ദി സെയിം കാർബൺ. OH വരുന്നത് CH2COET വരുന്നത് സെയിം കാർബണിലാണെന്ന് മാത്രം ഓർത്ത് വെച്ചാൽ മതി. നെക്സ്റ്റ് സ്റ്റെപ്പിൽ ഈ കിട്ടിയ പ്രോഡക്റ്റിന് നമ്മൾ ടോസിൽ ഹൈഡ്രോക്സൈഡുമായിട്ട് ട്രീറ്റ് ചെയ്യും. ടോസിൽ ഹൈഡ്രോക്സൈഡായിട്ട് ട്രീറ്റ് ചെയ്യുന്നു. റിയാക്ഷൻ മിക്സ്ചറിനെ ഹീറ്റ് ചെയ്യുന്നു. ഇവിടെ നടക്കുന്നത് എലിമിനേഷൻ റിയാക്ഷനാണ്. മോസ്റ്റ് ഇലക്ട്രോപോസിറ്റീവ് മോസ്റ്റ് ഇലക്ട്രോപോസിറ്റീവ് H+ എന്ന് പറയുമ്പം ഇവിടെയാണ് ഇലക്ട്രോൺ വിഡ്രോവിങ് ഗ്രൂപ്പ് ഉള്ളത്. അപ്പോൾ ഈ കാർബണിലത്തെ ഹൈഡ്രജനാണ് ഇലക്ട്രോപോസിറ്റീവ് ഹൈഡ്രജൻ. അപ്പോൾ ഈ ഹൈഡ്രജനും OHും കമ്പൈൻ ചെയ്തിട്ട് വാട്ടർ എലിമിനേറ്റ് ചെയ്യും. ആൻഡ് ഇൻ ബിറ്റ്വീൻ ഈ കാർബണിലും ഈ കാർബണിൻ്റെ ഇടയിൽ ഡബിൾ ബോണ്ട് C ബോണ്ട് ഫോം ചെയ്യും. അപ്പോൾ നമ്മൾക്ക് ഒരു ആൽക്കീൻ കിട്ടും, ഒരു ആൽക്കീനിക്ക് എസ്റ്റർ കിട്ടും. മൂന്നാമത്തെ റിയേജൻറ്റ് ട്രീറ്റിംഗ് വിത്ത് നിക്കൽ ക്ലോറൈഡ് സോഡിയം ബോറോഹൈഡ്രേറ്റ് എന്ന് പറഞ്ഞാൽ തന്നെ നമുക്കറിയാം ഇറ്റ് ഈസ് എ വെരി ഗുഡ് റെഡ്യൂസിങ് ഏജൻറ്റ്. സോഡിയം ബോറോഹൈഡ്രേറ്റ് ഈസ് എ സെലക്റ്റീവ് റെഡ്യൂസിങ് ഏജൻ്റ് ആണ്. പറഞ്ഞാൽ സോഡിയം ബോറോഹൈഡ്രേറ്റ് എസ്റ്ററിനെ റെഡ്യൂസ് ചെയ്യില്ല. ഇൻസ്റ്റഡ് ഇറ്റ് ഈസ് റെഡ്യൂസിങ് ഓൺലി ഓൺ ദിസ് ആൽക്കീനിക് ഡബിൾ ബോണ്ട്. അപ്പോൾ ആൽക്കീനിക് ഡബിൾ ബോണ്ടിനെ റെഡ്യൂസ് ചെയ്തിട്ട് ഇറ്റ് ഈസ് കൺവേർട്ടിങ് ഇൻ ടു ആൽക്കെയിൻ ഡബിൾ ബോണ്ട്. ഈ പൈ ബോണ്ടിനെ മാത്രം റെഡ്യൂസ് ചെയ്യും. ഈ എസ്റ്റർ ഗ്രൂപ്പ് അങ്ങനെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യും. അപ്പോൾ ഫൈനലി നമ്മൾക്ക് കിട്ടുന്ന പ്രോഡക്റ്റ് ഇതാണ് കിട്ടുന്ന പ്രോഡക്റ്റ്. അപ്പോൾ കറസ്പോണ്ടിങ് പ്രോഡക്റ്റ് ഇൻ ദ ഓപ്ഷൻസ് ABCDയിൽ D ആണ് നമ്മൾക്ക് കിട്ടിയ പ്രോഡക്റ്റിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പ്രോഡക്റ്റ്. അപ്പോൾ D ഈസ് ദ ആൻസർ. അപ്പോൾ ഇത് ഒരുപാട് ഓർഗാനിക് റിയാക്ഷൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് ആണ്, നല്ല ക്വസ്റ്റ്യൻ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അഗൈൻ ഫ്രം ഓർഗാനിക് കെമിസ്ട്രി. ദ മേജർ പ്രോഡക്റ്റ് ഇൻ ദ ഫോളോവിങ് റിയാക്ഷൻ. ഇതാണ് നമ്മൾക്ക് ഉള്ള റിയാക്റ്റൻ്റ്. ഫസ്റ്റ് ദിസ് റിയാക്റ്റൻ്റ് ഈസ് റിയാക്ടിങ് വിത്ത് സോഡിയം ഹൈഡ്രൈഡ് എന്ന് പറഞ്ഞാൽ സോഡിയം ഹൈഡ്രൈഡ് ഓൺ അയോണൈസ് ചെയ്ത് കഴിഞ്ഞാൽ Na+ഉം H- ഫോം ചെയ്യുക. H- ഇവിടെ സൾഫറിൽ 2 മീഥൈൽ ഗ്രൂപ്പ് ഉണ്ട്, Me2. ആ 2 മീഥൈൽ ഗ്രൂപ്പിനെ ഞാൻ ഇവിടെ ഇങ്ങനെ കാണിച്ചിട്ടുണ്ട്. NaH സ്ട്രോങ് ബേസ് ആണ്. അപ്പോൾ Na+, H- ആണ്. ഈ H- ഈ CH3 എന്നുള്ള ഒരു ഹൈഡ്രജനെ അബ്സ്ട്രാക്ട് ചെയ്തിട്ട് H2 ആയിട്ട് എലിമിനേറ്റ് ചെയ്യും. അപ്പോൾ ഇവിടെ H- ആണ്, ഇവിടുന്ന് H+ എടുക്കുക. അപ്പോൾ ഇവിടെ CH2- ആയിട്ട് ഉണ്ടാവുക. അപ്പോൾ CH2- ഉണ്ടായിട്ട് അപ്പോൾ പോസിറ്റീവ് ചാർജ് നെഗറ്റീവ് ചാർജ് ഓൺ ദി സെയിം കോമ്പൗണ്ട്. ദിസ് ടൈപ്പ് ഓഫ് കോമ്പൗണ്ട് ഈസ് നോൺ ആസ് സൾഫർ ലൈഡ് ഫോം ചെയ്തു. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾക്ക് സൾഫർ ലൈഡാണ് ഫോം ചെയ്യുക. സെക്കൻഡ് സ്റ്റെപ്പിൽ റാനി നിക്കൽ പറഞ്ഞാൽ ഇതിൻ്റെ റിഡക്ഷൻ ആണ് പറയാൻ പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ റിഡക്ഷൻ നടക്കുന്നതിന് മുന്നേ, നമ്മൾ നോർമൽ റിഡക്ഷൻ നടക്കുന്നതിന് മുന്നേ ഈ കോമ്പൗണ്ട് ഇറ്റ്സ്
ഇറ്റ്സെൽഫ് ഒരു ഇൻറ്റേർണൽ റീഅറേഞ്ച്മെൻ്റ് ഉണ്ട്. ആൽഫ ബീറ്റ അൺസാച്ചുറേറ്റഡ് കീറ്റോൺ ആണ്. ഈ ആൽഫ ബീറ്റ അൺസാച്ചുറേറ്റഡ് കീറ്റോൺ ഉള്ളത് കൊണ്ടാണ് ഇവിടെ ഒരു ഇൻറ്റേർണൽ റീഅറേഞ്ച്മെൻറ്റ് നടക്കുന്നത്. എങ്ങനെയാണ് ഇൻറ്റേർണൽ റീഅറേഞ്ച്മെൻറ്റ് എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഇവിടെ ഈ CH2 മൈനസ് ഉള്ളത്, അപ്പോൾ ഈ മൈനസ് ചാർജ് ഫിഫ്ത്ത് കാർബണിലേക്ക് മൈഗ്രേറ്റ് ചെയ്യും. അപ്പോൾ ഫിഫ്ത്ത് കാർബണിലത്തെ ഡബിൾ ബോണ്ട് നെക്സ്റ്റ് കാർബണിലേക്ക് ഈ ഡയറക്ഷനിലേക്ക് മൈഗ്രേറ്റ് ചെയ്യും. അപ്പോൾ കാർബണിൽ ഓക്സിജൻ ഡബിൾ ബോണ്ട് ഓക്സിജനിലേക്ക് മൈഗ്രേറ്റ് ചെയ്യും. എന്നിട്ട് നമ്മൾക്ക് പുതിയ ഒരു റിങ് ഫോം ചെയ്യും. ആ റിങ്ങിൽ ഈ ഫസ്റ്റ് CH2ൻ്റെ ഈ കാർബൺ ഞാൻ ഫസ്റ്റ് നമ്പറിന് കാണിച്ചിട്ടുണ്ട്, ഇതും ഫിഫ്ത്ത് കാർബണും തമ്മിൽ ബോണ്ട് ഫോം ചെയ്യും. അപ്പോൾ ഈ കാർബണിലെ മൈനസ് ചാർജ് ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ഓക്സിജനിലേക്ക് മൈഗ്രേറ്റ് ചെയ്തു. നെക്സ്റ്റ് സ്റ്റെപ്പിൽ ഇതിൻ്റെ പിന്നെയും ഒരു റീഅറേഞ്ച്മെൻ്റ് ആണ്. ആ റീഅറേഞ്ച്മെൻറ്റ് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ, ഓക്സിജനിലത്തെ നെഗറ്റീവ് ചാർജ് തിരിച്ച് ഓക്സിജനിലേക്ക് തന്നെ വരുമ്പം ഈ കാർബൺ ഡബിൾ ബോണ്ട് നെക്സ്റ്റ് ഈ കാർബണിലോട്ട് വരുന്നു, തൊട്ടടുത്ത കാർബണിലോട്ട് വരുന്നു. അപ്പോൾ ഡബിൾ ബോണ്ട് വന്നു, ഈ കാർബൺ ഡബിൾ ബോണ്ട് ഈ കാർബണിലേക്ക് വരുമ്പം ദിസ് കാർബൺ ഈസ് ഗെറ്റിംഗ് നെഗറ്റീവ് ചാർജ്. നെക്സ്റ്റ് സ്റ്റെപ്പിൽ എന്താ നടക്കുന്നതെന്ന് വെച്ചാൽ, ഇവിടെ ഈ കാർബണിൽ ഫോം ചെയ്ത നെഗറ്റീവ് ചാർജ് ഈ സൾഫറിലത്തെ CH2ലേക്ക് പോകും. CH2ലേക്ക് പോകുമ്പം ഈ കാർബൺ സൾഫർ ബോണ്ട് സൾഫറിലേക്ക് മൈഗ്രേറ്റ് ചെയ്യും. സൾഫറിലേക്ക് മൈഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് ഇവിടെ നോക്കി ഈ കാർബൺ ഇൻവോൾവ് ചെയ്യുന്ന കാർബൺ നോക്ക് 1 2 3 ഒരു 3 കാർബൺ സൈക്ലിക് റിങ് ഇതിൻ്റെ സൈഡായിട്ട് ഫോം ചെയ്യും. ഇപ്പോൾ സൾഫറിലേക്ക് ഈ ഇലക്ട്രോൺ ഡെൻസിറ്റി വന്നു കഴിഞ്ഞാൽ സൾഫറിൻ്റെ പോസിറ്റീവ് ചാർജ് ക്യാൻസൽ ചെയ്യും, SCH3 എന്നുള്ള കോമ്പൗണ്ട് ഫോം ചെയ്യും. നെക്സ്റ്റ് രണ്ടാമത്തെ സ്റ്റെപ്പാണ് റാണി നിക്കലിൻ ഹൈഡ്രജൻ. എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ വെരി ഗുഡ് റെഡ്യൂസിങ് ഏജൻറ്റ്. ഇവിടെ റെഡ്യൂസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ റാണി നിക്കലിൻ ഹൈഡ്രജൻ നിക്കൽ ഉള്ളത് കൊണ്ട് തന്നെ റെഡ്യൂസിങ് ഏജൻറ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ റെഡ്യൂസ് ചെയ്യുക, കാർബണൽ ഗ്രൂപ്പ്സിനെ റെഡ്യൂസ് ചെയ്യില്ല. ഇൻസ്റ്റെഡ് ഓഫ് കാർബണൽ ഗ്രൂപ്പ്സ് ഈ സൾഫർ കാർബൺ ബോണ്ടിനെ റെഡ്യൂസ് ചെയ്തിട്ട് ഇത് SHCH3 ആവും. ഇവിടെ CH2 ഒരു ഹൈഡ്രജൻ കൂടെ വരും, അപ്പോൾ ഇവിടെ ഒരു CH3 ഗ്രൂപ്പ് ആവും. അപ്പോൾ ദിസ് ഈസ് ദ പ്രോഡക്റ്റ്. അപ്പോൾ കറസ്പോണ്ടിങ് പ്രോഡക്റ്റ് എന്ന് പറയുന്നത് C ആണ്. അപ്പോൾ ആൻസർ ഈസ് C. നോക്കുകയാണെങ്കിൽ ക്ലേഡൻ്റെ ഓർഗാനിക് കെമിസ്ട്രിയിൽ ഈ ലൈഡ്സിൻ്റെ പാർട്ടിൽ ഇത് ഡയറക്റ്റായിട്ടുള്ള ക്വസ്റ്റ്യനാണ്, അവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 13. ദ മോസ്റ്റ് സ്റ്റേബിൾ കൺഫർമേഷൻ ഓഫ് Y and Z are. നോക്ക്, ക്വസ്റ്റ്യൻ നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. ഇറ്റ് ഈസ് ദ ഡെറിവേറ്റീവ് ഓഫ് സൈക്ലോഹെക്സേൻ്റെ കൺഫർമേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. സൈക്ലോഹെക്സേന് 2 കൺഫർമേഷൻസ് ഉള്ളത്, മോസ്റ്റ് സ്റ്റേബിൾ ചെയർ കൺഫർമേഷനും ലീസ്റ്റ് സ്റ്റേബിൾ ബോട്ട് കൺഫർമേഷനും. ഈ ചെയർ കൺഫർമേഷൻ്റെയും ബോട്ട് കൺഫർമേഷൻ്റെയും ഇടയിൽ സ്റ്റെബിലിറ്റി ഇല്ല, ഒരു ട്വിസ്റ്റ് ബോട്ട് കൺഫർമേഷൻസ് കൂടി സൈക്ലോഹെക്സേനുണ്ട്. അപ്പോൾ സൈക്ലോഹെക്സേൻ്റെ സ്റ്റെബിലിറ്റി പറയുമ്പോൾ നമ്മൾ പറയും ചെയർ ഫോം ഈസ് മോർ സ്റ്റേബിൾ ദാൻ ട്വിസ്റ്റ് ബോട്ട് ഫോം വിച്ച് ഈസ് മോർ സ്റ്റേബിൾ ദാൻ ബോട്ട് ഫോം എന്നുള്ളതാണ്. സൈക്ലോഹെക്സൻ ആയതുകൊണ്ട് തന്നെ നമ്മൾക്ക് ചെയർ ഫോം ഉണ്ടെന്നറിയാം. അപ്പോൾ നമ്മൾ കേട്ട വൈയും സെറ്റ് ഞാനൊന്ന് എഴുതിയിട്ടുണ്ട്. ചെയർ ഫോം, ഇങ്ങനെയാണ് നമ്മൾ ചെയർ ഫോം വരയ്ക്കുക ഇല്ല. ഈ ചെയർ ഫോമിൽ ഓരോ കാർബണിലും 2 ബോണ്ടുണ്ട്. ഒന്ന് വെർട്ടിക്കൽ ബോണ്ടും ഒന്ന് ആ വെർട്ടിക്കൽ ബോണ്ടിന് 109 ഡിഗ്രി 28 മിനിറ്റിൽ വേറൊരു ബോണ്ടും. വെർട്ടിക്കൽ ബോണ്ടിന് നമ്മൾ ആക്സിയൽ ബോണ്ട് എന്ന് പറയും. ആക്സിയൽ ബോണ്ടിന് 109 ഡിഗ്രി 28 മിനിറ്റ് ഉള്ളതിന് നമ്മൾ ഇക്വിറ്റോറിയൽ ബോണ്ട് എന്ന് പറയും. ഈ 109 ഡിഗ്രി 28 മിനിറ്റ് ടെട്രാഹീഡ്രൽ ആംഗിളാണ്, കാരണം ദിസ് കാർബൺ ഈസ് sp3 ഹൈബ്രിഡൈസ്ഡ് കാർബൺ ആണ്. അപ്പോൾ ടെട്രാഹീഡ്രൽ ആംഗിളാണ് ഉണ്ടാവുക. അപ്പോൾ ഇവിടെ നോക്ക്, ഫസ്റ്റ് വൈ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ടെർഷറി ബ്യൂട്ടൽ ഗ്രൂപ്പ് 1,3 പൊസിഷനിലുള്ളത്. ഈ 1,3 പൊസിഷനിലുള്ള ടെർഷറി ബ്യൂട്ടൽ ഗ്രൂപ്പ്സ് ആർ പോയിൻറ്റിങ് ഓൺ ദി സെയിം ഡിറക്ഷൻ. എബവ് ദ പ്ലെയിൻ ആണെങ്കിൽ 2ഉം എബവ് ദ പ്ലെയിൻ ആണ്, ബിലോ ദ പ്ലെയിൻ ആണെങ്കിൽ 2ഉം ബിലോ ദ പ്ലെയിൻ ആണ്. അപ്പോൾ നമ്മൾക്കുള്ളത് ഇവിടെ ആക്സിയൽ ബോണ്ട് ഉണ്ട്, ഇക്വിറ്റോറിയൽ ബോണ്ട് ഉണ്ട്. ആക്സിയൽ ബോണ്ട് എബവ് ദ പ്ലെയിൻ ആണെങ്കിൽ ഇക്വിറ്റോറിയൽ ബോണ്ട് ബിലോ ദ പ്ലെയിൻ ആണ്. അപ്പോൾ ടെർഷറി ബ്യൂട്ടൽ ഗ്രൂപ്പ് ഫസ്റ്റ് പൊസിഷനിൽ ആക്സിയൽ ആണെങ്കിൽ 3rd പൊസിഷനിലും ആക്സിയൽ ആയിരിക്കും. ഫസ്റ്റ് പൊസിഷനിൽ ഇക്വിറ്റോറിയൽ ആണെങ്കിൽ 3rd പൊസിഷനിലും ഇക്വിറ്റോറിയൽ ആയിരിക്കും. അപ്പോൾ നമ്മളോട് ചോദിക്കുന്നത് മോസ്റ്റ് സ്റ്റേബിൾ കൺഫർമേഷനാണ്. അപ്പോൾ സൈക്ലോഹെക്സേൻ ഡെറിവേറ്റീവ് കൺസിഡർ ചെയ്യുമ്പം ഡെറിവേറ്റീവിൻ്റെ സൈസ് കൂടുന്തോറും എപ്പോഴും ഡെറിവേറ്റീവ് പ്രിഫർ ചെയ്യുക ഇക്വിറ്റോറിയൽ പൊസിഷനിലായിരിക്കും. അപ്പോൾ ഡെറിവേറ്റീവ്
പ്രിഫർ ചെയ്യുക ഇക്വിറ്റോറിയൽ പൊസിഷനിലാവുമ്പം, ബൾക്കി ഗ്രൂപ്പ്സ് പ്രിഫർ ചെയ്യുക ഇക്വിറ്റോറിയൽ പൊസിഷൻ ആകുമ്പം ദ മോസ്റ്റ് സ്റ്റേബിൾ കൺഫോർമേഷൻ ഓഫ് വൈ എന്ന് പറയുന്നത് 2 ടെർഷ്യറി ബ്യൂട്ടൽ ഗ്രൂപ്പും ഇക്വിറ്റോറിയൽ പൊസിഷനിൽ വന്നതായിരിക്കും. അപ്പോൾ ദ മോസ്റ്റ് സ്റ്റേബിൾ കൺഫോർമേഷൻ ഓഫ് വൈ, ദ കോമ്പൗണ്ട് ഓഫ് വൈ ഈസ് ഈ സ്ട്രക്ചറാണ്. അപ്പോൾ സിമിലർ ഈ സ്ട്രക്ചർ വരുന്നത് ഓപ്ഷനിൽ ഉണ്ടോ എന്ന് നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റും. ഓപ്ഷൻ എ ടെർഷ്യറി ബ്യൂട്ടൽ ഗ്രൂപ്പ് 1,3 പൊസിഷനിലെ ടെർഷ്യറി ബ്യൂട്ടൽ ഗ്രൂപ്പ് രണ്ടും സെയിം ഡയറക്ഷനിലാണ്, ഇക്വിറ്റോറിയൽ പൊസിഷനിലുള്ളത്. അപ്പോൾ ഇത് സ്റ്റേബിളാണ്. അതേപോലെ തന്നെ സെയിം കോൺഫിഗറേഷനിലാണ് ബിയിലും ഉള്ളത്. അപ്പോൾ ബിയിലത്തെ കോൺഫിഗറേഷനും സ്റ്റേബിളാണ്. സിയിലും വൈയിലും ട്വിസ്റ്റ് ബോട്ട് ഫോമാണ് ഉള്ളത്. അപ്പോൾ ഇത് നമുക്ക് കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ഒന്നുകിൽ നമ്മുടെ ആൻസർ എ ആയിരിക്കും, ഐദർ ദ ആൻസർ മേ ബി എ ഓർ ബി ആയിരിക്കും. ഇനി നെക്സ്റ്റ് നമ്മൾക്ക് നോക്കേണ്ടത് സെഡിൻ്റെയാണ്. അപ്പോൾ സെഡിൻ്റെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ സെഡിലുള്ളതും ടെർഷ്യറി ബ്യൂട്ടൽ ഗ്രൂപ്പ് 1,3 പൊസിഷനിലുള്ളത്. പക്ഷേ ഇവിടെ നോക്ക്, ഒരു ഗ്രൂപ്പ് എബവ് ദ പ്ലെയിൻ ആണെങ്കിൽ മറ്റേ ഗ്രൂപ്പ് ബിലോ ദ പ്ലെയിൻ ആണ്. പറഞ്ഞാൽ ഒരു ഗ്രൂപ്പ് ആക്സിയൽ പൊസിഷനിലാണെങ്കിൽ മറ്റേ ഗ്രൂപ്പ് ഇക്വിറ്റോറിയൽ പൊസിഷനിലായിരിക്കും. അപ്പോൾ നമ്മൾ ഇതിനെ നോക്കുകയാണെങ്കിൽ ഒരു ടെർഷ്യറി ബ്യൂട്ടൽ ഗ്രൂപ്പിനെ ഞാൻ ആക്സിയൽ പൊസിഷനിൽ വരച്ചു, മറ്റേ ടെർഷ്യറി ഗ്രൂപ്പിനെ ഞാൻ ഇക്വിറ്റോറിയൽ പൊസിഷനിൽ വരച്ചു. ഒന്ന് എബോവ് ദ പ്ലെയിൻ ആണ്, ഒന്ന് ബിലോ ദ പ്ലെയിൻ ആണ്. കറക്റ്റാണ്. ഇതാണ് ചെയർ ഫോം, ഇതാണ് മോസ്റ്റ് സ്റ്റേബിൾ ഫോം എന്നുള്ളത് നമ്മൾക്കറിയുന്നത്. പക്ഷേ ഈ സ്ട്രക്ചർ നമ്മൾ നോർമലി കൺസിഡർ ചെയ്യുന്ന സ്റ്റെയർ ഫോമിൻ്റെ അത്രയും സ്റ്റേബിൾ അല്ല. ഇത് ലീസ്റ്റ് സ്റ്റേബിൾ കൺഫോർമേഷനാണ്. എന്തുകൊണ്ടാണ് ഇത് ലീസ്റ്റ് സ്റ്റേബിൾ ആവുന്നതെന്ന് ചോദിച്ചാൽ, ഇവിടുത്തെ ഗ്രൂപ്പ് ടെർഷ്യറി ബ്യൂട്ടൈൽ ഗ്രൂപ്പാണ്. ഇത് ഫസ്റ്റ് കാർബൺ, സെക്കൻഡ് കാർബൺ, തേർഡ് കാർബൺ എടുക്കുകയാണെങ്കിൽ ഫസ്റ്റ് കാർബണിലത്തെ ടെർഷ്യറി ബ്യൂട്ടൈൽ ഗ്രൂപ്പ് വലിയ ബൾക്കി ഗ്രൂപ്പാണ്. ഈ ബൾക്കി ഗ്രൂപ്പിൻ്റെ അടുത്ത് 1, 2, 3 തേർഡ് കാർബണിലത്തെ ഹൈഡ്രജൻ ഉണ്ട്. അപ്പോൾ ഫസ്റ്റ് കാർബണിലത്തെ ടെർഷ്യറി ബ്യൂട്ടൈൽ ഗ്രൂപ്പും തേർഡ് കാർബണിലത്തെ ഹൈഡ്രജനും തമ്മിൽ ഒരു ഇൻട്രാക്ഷൻ ഉണ്ടാകും. ഈ ബൾക്ക്നെസ് കാരണം ഹൈഡ്രജൻ ഇവിടെ ഇരിക്കാൻ വേണ്ടി ബുദ്ധിമുട്ടായിരിക്കും. കാരണം ഇതിൻ്റെ ഇക്വിറ്റോറിയൽ പൊസിഷനും വലിയ ബൾക്കി ഗ്രൂപ്പ് ഉണ്ട്. അപ്പോൾ ഇതിന് ഇങ്ങോട്ടേക്ക് മാത്രമേ ഓറിയൻറ്റ് ചെയ്യാൻ പറ്റൂ. ഈ ഓറിയൻറ്റ് ചെയ്യുമ്പോൾ ഇവിടെ ഒരു വലിയ ബൾക്കി ഗ്രൂപ്പും ഉണ്ട്. അപ്പോൾ സ്റ്റെറിക് ഹിൻഡ്രൻസ് ഉണ്ടാവും. അപ്പോൾ 1,3 പൊസിഷനിലുള്ള ഇൻട്രാക്ഷൻ കൊണ്ടുണ്ടാകുന്ന സ്റ്റെറിക് ഇൻട്രാക്ഷനാണ് നമ്മൾ ഡയാക്സിയൽ ഇൻട്രാക്ഷൻ, 1,3 ഡയാക്സിയൽ ഇൻട്രാക്ഷൻ എന്ന് പറയും. ഈ 1,3 ഡയാക്സിയൽ ഇൻട്രാക്ഷൻ ഉള്ള കാരണം സെഡ് എന്ന് പറഞ്ഞ കോമ്പൗണ്ടിന് ചെയർ ഫോമിൽ ഇരിക്കാൻ പറ്റില്ല. ഇതേപോലെ തന്നെ ഇത് ബോട്ട് ഫോമിൽ ഇരുന്ന് കഴിഞ്ഞാലും ഈ 1,3 ഡയാക്സിയൽ ഇൻട്രാക്ഷൻ അവിടെ കൂടുതലായിരിക്കും. അപ്പോൾ 1,3 ഡയാക്സിയൽ ഇൻട്രാക്ഷൻ 1,3 പൊസിഷനിലുണ്ടാവും, 1,5 പൊസിഷനിലുണ്ടാവും. അപ്പോൾ അത് മോർ ആൻഡ് മോർ അൺസ്റ്റേബിൾ ആയിരിക്കും. പിന്നെ നമ്മൾക്കറിയുന്നത് സ്റ്റെബിലിറ്റിയുടെ ഓർഡറാണ്. ഞാൻ ഓൾറെഡി പറഞ്ഞു, സ്റ്റെബിലിറ്റിയുടെ ഓർഡർ ചെയർ ഫോം ഈസ് മോർ സ്റ്റേബിൾ ദാൻ ട്വിസ്റ്റ് ബോട്ട് ഫോം വിച്ച് ഈസ് മോർ സ്റ്റേബിൾ ദാൻ ബോട്ട് ഫോം. അപ്പോൾ നമ്മൾ ബോട്ട് ഫോം കൺസിഡർ ചെയ്യുന്നതിനേക്കാളും ട്വിസ്റ്റ് ബോട്ട് ഫോം കൺസിഡർ ചെയ്യും. ബോട്ട് ഫോമിൽ 1,3 ഇൻട്രാക്ഷൻ കൂടുതലാണ്. അപ്പോൾ അത് ഭയങ്കരമായിട്ട് അൺസ്റ്റേബിൾ ആയിട്ടുള്ള സ്ട്രക്ചറാണ്. അപ്പോൾ ഇവിടെ ബോട്ട് ഫോം തന്നിട്ടുമില്ല. അപ്പോൾ നമ്മൾ പിന്നെ കൺസിഡർ ചെയ്തിട്ടുള്ളത് ട്വിസ്റ്റ് ബോട്ട് ഫോമാണ്. അപ്പോൾ ട്വിസ്റ്റ് ബോട്ട് ഫോം, ഇത് ട്വിസ്റ്റ് ബോട്ട് ഫോമാണ്, ഇത് ട്വിസ്റ്റ് ബോട്ട് ഫോമാണ്. ഒരിക്കലും വൈ എന്നുള്ള കോമ്പൗണ്ട് ട്വിസ്റ്റ് ബോട്ട് ഫോമിൽ വരില്ല. അപ്പോൾ നമ്മുടെ ആൻസർ ഐദർ എ ഓർ ബി ആണെന്ന് ഞാൻ പറഞ്ഞു. ഇവിടെ ചെയർ ഫോമിലാണ് ഉള്ളത്. ചെയർ ഫോമിൽ ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ 1,3 ഡയാക്സിയൽ ഇൻട്രാക്ഷൻ ഉണ്ട്. അപ്പോൾ സെഡിൻ്റെ കൺഫർമേഷൻ ഒരിക്കലും ചെയർ ഫോമിൽ വരില്ല. പിന്നെ സെഡിൻ്റെ കൺഫർമേഷൻ വരാനുള്ളത് ട്വിസ്റ്റ് ബോട്ട് ഫോമിലാണ്. അപ്പോൾ ദ ആൻസർ ഈസ് ബി. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ദ ആൻസർ ഈസ് ബി. സ്റ്റീരിയോകെമിസ്ട്രി. ദിസ് ക്വസ്റ്റ്യൻ ഈസ് ഫ്രം സ്റ്റീരിയോകെമിസ്ട്രി. അടുത്ത ക്വസ്റ്റ്യൻ, ദ മേജർ പ്രോഡക്റ്റ് വൈ ഇൻ ദ ഫോളോവിങ് റിയാക്ഷൻ സ്കീം ഈസ്. ഇതും നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. ഓർഗാനിക് കെമിസ്ട്രി എന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. ക്ലേഡനിലത്തെ ക്വസ്റ്റ്യൻ ആണ്. ക്ലേഡൻ്റെ ബുക്ക് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസിനെ കാണാൻ പറ്റും. അപ്പോൾ നോക്ക്, ഫസ്റ്റ് സ്റ്റെപ്പ് പിരിഡിനാണ്. പിരിഡിൻ ഫസ്റ്റ് HBr ആയിട്ട് റിയാക്ട് ചെയ്യുന്നത്, ദെൻ ബ്രോമിൻ മോളിക്യൂളായിട്ട് റിയാക്ട് ചെയ്യുന്നത്, എന്നിട്ട് നമുക്കൊരു ഓർഗാനിക് സോൾട്ട് കിട്ടുന്നത്. അപ്പോൾ റിയാക്ഷൻ എങ്ങനെയാണെന്ന് നോക്കാം. പിരിഡിൻ ഉണ്ട്, പിരിഡിനിലെ നൈട്രജൻ്റെ ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺ ഉണ്ട്. ഈ ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺ HBr പറഞ്ഞാൽ ഇറ്റ് ഇസ് സ്ട്രോങ് ആസിഡ് ആണ്. ഇത് അയോണൈസ് ചെയ്തിട്ട് H+Br- ഉണ്ടാവും. അപ്പോൾ നൈട്രജൻ്റെ ലോൺ പെയർ H+നെ അബ്സ്ട്രാക്ട് ചെയ്തിട്ട് പിരിഡീനിയം സാൾട്ട് ഉണ്ടാവും. അപ്പോൾ NH+ ഉണ്ടാവും, അടുത്തത് Br- അറ്റാച്ച് ചെയ്തിട്ട് പിരിഡീനിയം ബ്രോമൈഡ് എന്ന് പറഞ്ഞിട്ടുള്ള സാൾട്ട് ഫോം ചെയ്യും. ഫസ്റ്റ് ഓൺ റിയാക്ഷൻ വിത്ത് HBr. ഈ ഫോം ചെയ്ത സാൾട്ട് എഗെയിൻ ബ്രോമിൻ മോളിക്യൂളായിട്ട് റിയാക്ട് ചെയ്തിട്ട് N+Br3-, ഈ Br2 ഇവിടെ അറ്റാക്ക് ചെയ്തിട്ട് Br2- ഇങ്ങനൊരു സാൾട്ട് ഫോം ചെയ്യും. ദിസ് ഈസ് ദ സ്ട്രക്ചർ ഓഫ് എക്സ്. നെക്സ്റ്റ് ഉള്ളത്, ഈ എക്സ് നമ്മുടെ
ആൽക്കീൻ കോമ്പൗണ്ടുമായിട്ട് റിയാക്ട് ചെയ്യുന്നത്. ഇവിടെ ആൽക്കീനാണ് ഉള്ളത്. ഈ ആൽക്കീൻ കോമ്പൗണ്ടുമായിട്ട് എക്സ് റിയാക്ട് ചെയ്യുന്നത് ഇത് നമ്മുടെ അസറ്റിക് ആസിഡാണ്. അസറ്റിക് ആസിഡിൻ്റെ പ്രസൻസിൽ എക്സുമായിട്ട് റിയാക്ട് ചെയ്യുമ്പം വൈ കിട്ടുന്നത്. അപ്പോൾ വൈനാണ് നമ്മൾക്ക് അറിയേണ്ടത്. അപ്പോൾ റിയാക്ഷൻ എങ്ങനെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇതാണ് നമ്മുടെ എക്സ്. ഇവിടുത്തെ ഫിനൽ ഗ്രൂപ്പ് ട്രാൻസ് പൊസിഷനിലാണ്, ആൻറ്റി പൊസിഷനിലാണ് അലൈൻ ചെയ്തേക്കുന്നത്. ഇതിലേക്ക് ഈ ഫോം ചെയ്ത എക്സ് പിരിഡിൻ്റെ ബ്രൊമീനിയം സാൾട്ട് ട്രീറ്റ് ചെയ്യുമ്പോഴത്തേക്കും അഡീഷൻ റിയാക്ഷനാണ് നടക്കുക, ബ്രോമിൻ്റെ അഡീഷൻ റിയാക്ഷനാണ് നടക്കുക. അപ്പോൾ ഇതിൽ നിന്ന് ബ്രോമിൻ ഇങ്ങോട്ടേക്ക് വന്ന് ആഡ് ചെയ്യണം. ആഡ് ചെയ്യുമ്പോൾ നിങ്ങൾ നോക്കും, ഈ ഗ്രൂപ്പ് ഒരു വലിയ ഗ്രൂപ്പാണ്, ബൾക്കി ഗ്രൂപ്പാണ്. ഈ ബൾക്കി ഗ്രൂപ്പ് ഈ ഡബിൾ ബോണ്ടിലേക്ക് ആഡ് ചെയ്യുമ്പം ഇവിടെ ഭയങ്കരമായിട്ട് സ്റ്റെറിക് ഹിൻഡ്രൻസ് ഇതിന് എക്സ്പീരിയൻസ് ചെയ്യേണ്ടി വരും. ഈ സ്റ്റെറിക് ഹിൻഡ്രൻസിൽ ഈ ഫിനൈൽ ഗ്രൂപ്പ് കോമ്പൗണ്ട് ഇറ്റ് സെൽഫ് അതിൻ്റെ ഐദർ സൈഡിലേക്ക് അത് ഓറിയൻറ്റ് ചെയ്യും. ഐദർ സൈഡിലേക്ക് ഓറിയൻറ്റ് ചെയ്യുമ്പം നമ്മൾക്ക് കിട്ടുന്ന സ്ട്രക്ചർ ബ്രോമീനിയം അയോൺ വന്നിട്ട് ഇതിലേക്ക് ആഡ് ചെയ്യാണ്. ബ്രോമീനിയം അയോണിൻ്റെ സൈസ് വലുതാണ്, പിരിഡിൻ ബ്രോമീനിയം അയോൺ തന്നെ വരാം. ബ്രോമീനിയം അയോണിൻ്റെ സൈസ് വലുതാണ്. സൈസ് വലുതാകുമ്പോഴത്തേക്കും ഈ ഫിനൈൽ ഗ്രൂപ്പ്, വൺ ഓഫ് ദ ഫിനൈൽ ഗ്രൂപ്പ് കാർബണിന് അതിൻ്റെ ഓപ്പോസിറ്റ് ഡിറക്ഷനിലേക്ക് സ്ട്രക്ചറിന് ഇറ്റ്സെൽഫ് ആയിട്ട് ഈ ബ്രോമോണിയം ആയതിനാൽ പുഷ് ചെയ്തിട്ട് ഓപ്പോസിറ്റ് ഡിറക്ഷനിലേക്ക് ഓറിയൻറ്റ് ചെയ്യിപ്പിക്കുമ്പം നമുക്ക് ഇങ്ങനൊരു റിയാക്ഷൻ ഇൻ്റർമീഡിയറ്റ് കിട്ടും. നോക്കി, ഈ റിയാക്ഷൻ ഇൻ്റർമീഡിയറ്റിൽ രണ്ട് ഫിനൈൽ ഗ്രൂപ്പും സെയിം സൈഡിൽ വന്നു. നെക്സ്റ്റ് ഇതിൻ്റെ റീഅറേഞ്ച്മെൻ്റ് ആണ്. ഈ ബ്രോമീൻ ഈ BR3 മൈനസ് എന്ന് ഒരു ബ്രോമിൻ കൂടി ഇവിടെ അറ്റാക്ക് ചെയ്തിട്ട് BR മൈനസ് ആയിട്ട് പോകും. ഇവിടെ ഒരു H+ ഉണ്ട്, ആ H+ BR മൈനസിനെ അബ്സ്ട്രാക്ട് ചെയ്ത് HBr ആയിട്ട് പോകും. അപ്പോൾ BR മൈനസ് അറ്റാക്ക് ചെയ്തും പിന്നെയുള്ള BR2 സെയിം സൈഡിലുള്ളത്. ഈ സൈഡിൽ വലിയ ഫിനൽ ഗ്രൂപ്പ് ഉണ്ട്. അപ്പോൾ എഗെയിൻ വൺ ഓഫ് ദ ബ്രോമിൻ സെയിം സൈഡിൽ നിന്ന് അറ്റാക്ക് ചെയ്തിട്ട് നമ്മൾക്ക് കിട്ടുന്ന പ്രോഡക്റ്റ് സിസ് പ്രോഡക്റ്റ് ആയിരിക്കും. അപ്പോൾ ആൻസർ ഈസ് ഡി. 15th question is again from stereochemistry. 15th question is again from organic chemistry. നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ നോക്കിയാൽ മനസ്സിലാവും. ദിസ് ക്വസ്റ്റ്യൻ ഈസ് ഫ്രം പെരിസൈക്ലിക് റിയാക്ഷൻ. അപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ ഇതൊരു 8 മെമ്പേർഡ് റിംഗ് ആണ്, ഇതൊരു 4 മെമ്പേർഡ് റിംഗ് ആണ്. 4 മെമ്പേർഡ് റിംഗിൽ ഒരു ഡബിൾ ബോണ്ട് ഉണ്ട്. 8 മെമ്പേർഡ് റിംഗിൽ ഈ ഒരു പൊസിഷനിൽ ഡബിൾ ബോണ്ട് ഉണ്ട്. ഈ റിങ്ങിൻ്റെ ഫ്യൂസിങ് പോയിന്റിലത്തെ രണ്ട് ഹൈഡ്രജൻസ് ഉണ്ട്. ഈ രണ്ട് ഹൈഡ്രജൻസും സെയിം പ്ലെയിനിൽ, സെയിം ഡയറക്ഷനിലാണ് ഓറിയൻറ്റ് ചെയ്തേക്കുന്നത്. സെയിം പ്ലെയിനിൽ, എബോ പ്ലെയിൻ ആണെങ്കിൽ എബോ പ്ലെയിൻ, ബിലോ പ്ലെയിൻ ആണെങ്കിൽ ബിലോ പ്ലെയിൻ. ഈ കോമ്പൗണ്ടിനെ നമ്മൾ ഹീറ്റ് ചെയ്യണം, 150 ഡിഗ്രി സെൽഷ്യസ് ഹീറ്റ് ചെയ്യുന്നത്. അപ്പോൾ തെർമലിയാണ് റിയാക്ഷൻ നടക്കേണ്ടത്. അപ്പോൾ ഇവിടെ നടക്കുന്ന റിയാക്ഷൻ എന്താണെന്ന് വെച്ചാൽ ഇവിടെയാണ് 4 മെമ്പേർഡ് റിംഗ് ഉള്ളത്. 4 മെമ്പേർഡ് റിംഗിൽ ഒരു ഡബിൾ ബോണ്ട് കൂടിയുണ്ട്. അപ്പോൾ റിങ്ങിൻ്റെ സൈസ് കുറവായതുകൊണ്ട് തന്നെ ഇതൊക്കെ sp3 ആണെങ്കിൽ കൂടി 90 ഡിഗ്രി മാത്രമേ ബോണ്ട് ആംഗിൾ ഉള്ളൂ. അപ്പോൾ ദിസ് 4 മെമ്പേർഡ് റിംഗ് ഈസ് ഹൈലി സ്ട്രെയിൻഡ് റിംഗ്. അപ്പോൾ ഇത് സ്ട്രെയിൻ റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓൺ ഹീറ്റിംഗ് ഇറ്റ് ഈസ് അണ്ടർഗോയിങ് ഇവിടെ സൈക്കിൾ ഈ 4 മെമ്പേർഡ് റിങ് സൈക്കിളാണുള്ളത്. റിങ് ഓപ്പണിംഗ് റിയാക്ഷൻ നടക്കും. അപ്പോൾ റിങ് ഓപ്പണിംഗ് റിയാക്ഷൻ നടക്കുക എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ബോണ്ട് ഇങ്ങോട്ടേക്ക് വരും. അപ്പോൾ ഇവിടെ ഡബിൾ ബോണ്ട് വരും. അപ്പോൾ ഈ ബോണ്ട് തിരിച്ച് ഇങ്ങോട്ടേക്ക് വരും, ഇവിടെ ഡബിൾ ബോണ്ട് വരും. അപ്പോൾ ഈ റിങ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെയും ഡബിൾ ബോണ്ട് വരും, ഇവിടെയും ഡബിൾ ബോണ്ട് വരും. അപ്പോൾ രണ്ട് ഡബിൾ ബോണ്ട് പറഞ്ഞാൽ 4 പൈ ഇലക്ട്രോൺസ്. രണ്ട് ഡബിൾ ബോണ്ട്, ഓരോ ഡബിൾ ബോണ്ടിലും 2 പൈ ഇലക്ട്രോൺസ്. അപ്പോൾ രണ്ട് ഡബിൾ ബോണ്ടിൽ ടോട്ടൽ 4 പൈ ഇലക്ട്രോൺസ് ആണ് ഉണ്ടാവുക. അതൊന്ന് ഓർത്ത് വെക്കാം. അപ്പോൾ നോക്കുക നിങ്ങൾ, അപ്പോൾ ഇത് ഇലക്ട്രോസൈക്ലിക് റിങ് ഓപ്പണിംഗ് റിയാക്ഷനാണ് 150 ഡിഗ്രി സെൽഷ്യസ്. അപ്പോൾ നമ്പർ ഓഫ് പൈ ഇലക്ട്രോൺസ് 4 പൈ ഇലക്ട്രോൺസ്, 4n പൈ ഇലക്ട്രോൺസ്. അപ്പോൾ നമ്മൾക്ക് പെരിസൈക്ലിക്കിൻ്റെ റൂൾ അറിയാം. 4n ഇതിൻ്റെ ഓപ്പണിംഗ് ആണ്. ഇത് ഇങ്ങോട്ടേക്ക് വരുന്നത് ഞാൻ ഓപ്പണിംഗ് കാണിച്ചു. ഇവിടെ 2 ഡബിൾ ബോണ്ട് ഉണ്ടാകും. 2 ഡബിൾ ബോണ്ട് ഉണ്ടാകുമ്പം ഇവിടെയില്ല ഈ ഹൈഡ്രജൻ്റെ ഓറിയൻറ്റേഷനാണ് നമ്മൾ നോക്കേണ്ടത്. ഹൈഡ്രജൻ്റെ ഓറിയൻറ്റേഷൻ നമ്മൾ എങ്ങനെയാണ് പറയുന്നതെന്ന് വെച്ചാൽ പെരിസൈക്ലിക് റിയാക്ഷൻ്റെ ഇലക്ട്രോസൈക്ലിക് റിയാക്ഷൻ, സൈക്ലോ അഡീഷൻ റിയാക്ഷൻ, ഈ രണ്ട് റിയാക്ഷൻ്റെയും റൂള് എന്ന് പറയുന്നത് ഇതാണ്. സപ്പോസ് നമ്മൾ സൈക്ലോ അഡീഷൻ ആണെങ്കിലും റിംഗ് ഓപ്പണിംഗ് ആണെങ്കിലും ഇൻവോൾവ് ചെയ്ത നമ്പർ ഓഫ് പൈ ഇലക്ട്രോൺസ് 4n പൈ ഇലക്ട്രോൺസ് ആണെങ്കിലും സപ്പോസ് ദിസ് റിയാക്ഷൻ ഈസ് ഹീറ്റ് തെർമലി അലൗഡ് ആണെങ്കിലും കോൺ റൊട്ടേഷൻ ആയിരിക്കും അവിടെ നടക്കേണ്ടത്. കോൺ റൊട്ടേഷൻ പറഞ്ഞാൽ സെയിം ഡിറക്ഷൻ റൊട്ടേഷൻ. ഫോട്ടോ കെമിക്കലി അലൗഡ് ആണെങ്കിൽ ഡിസ് റൊട്ടേഷൻ ആയിരിക്കും നടക്കാം. സപ്പോസ് ഇവിടെ ഇൻവോൾവ് ചെയ്യുന്ന നമ്പർ ഓഫ് പൈ ഇലക്ട്രോൺസ് 4n+2 പൈ ഇലക്ട്രോൺസ്, 6 പറയുമ്പോൾ 4n+2 പൈ ഇലക്ട്രോൺസ് ആണ്. അങ്ങനെയാണെങ്കിൽ
തെർമലി അവിടെ നടക്കുന്ന റൊട്ടേഷൻ ഡിസ് റൊട്ടേഷൻ ആയിരിക്കും. ഫോട്ടോ കെമിക്കലി ദ റൊട്ടേഷൻ ഈസ് കോൺ റൊട്ടേഷൻ ആയിരിക്കും. അപ്പോൾ ഇവിടെ നമ്മൾക്ക് ഇൻവോൾവ് ചെയ്യുന്നത് 1, 2, 3, 4 പൈ ഇലക്ട്രോൺസ് ഉള്ളത്. അപ്പോൾ തെർമലിയാണ് റിയാക്ഷൻ നടക്കുന്നത്. അപ്പോൾ റൊട്ടേഷൻ കോൺ റൊട്ടേഷൻ ആയിരിക്കണം. കോൺ റൊട്ടേഷൻ ആയിരിക്കുക എന്ന് പറഞ്ഞാൽ ഇവിടെ ഇല്ല ഈ ബോണ്ട് സെയിം ഡയറക്ഷനിലേക്ക് റൊട്ടേറ്റ് ചെയ്യണം. അപ്പോൾ ഇത് ഇങ്ങോട്ടേക്ക് റൊട്ടേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ബോണ്ടും ഇങ്ങോട്ടേക്ക് റൊട്ടേറ്റ് ചെയ്യണം. അപ്പോൾ ഇത് ഇങ്ങോട്ടേക്ക് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഈ സാധനം ഇങ്ങനെ മുകളിലോട്ട് പോകും, ഇത് ഇങ്ങോട്ടേക്ക് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഇത് ഇങ്ങനെ മുകളിലോട്ട് പോകും. അപ്പോൾ റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് ഓറിയൻറ്റേഷൻ ഇങ്ങനെയാണ് കിട്ടുക. സെയിം ഡയറക്ഷനിലേക്ക് ഹൈഡ്രജൻ കോൺ പറഞ്ഞാൽ സെയിം ഡയറക്ഷനിലേക്കാണ്, രണ്ടും സെയിം ഒരേപോലെ റൊട്ടേറ്റ് ചെയ്യുന്നത്. അപ്പോൾ സെയിം ഡയറക്ഷനിലേക്ക് ഓറിയൻറ്റ് ചെയ്തിട്ട് നമ്മൾക്ക് ഇങ്ങനെയാണ് കിട്ടുക. നെക്സ്റ്റ് നമ്മൾക്ക് ഇങ്ങനെ ഒരു പ്രോഡക്റ്റ് ഇതിൽ തന്നിട്ടില്ല, ആൻസറിൽ തന്നിട്ടില്ല. അതിൻ്റെ മീൻസ് ഇത് എഗെയിൻ തെർമൽ റിയാക്ഷൻ ക്യാരി ഔട്ട് ചെയ്യുന്നുണ്ടെന്നാണ് അതിൻ്റെ മീനിങ്. ഇത് നോക്കി ഇവിടെ നോക്കുകയാണെങ്കിൽ നിങ്ങൾ 1, 2, 3, 4 നോക്കുകയാണെങ്കിൽ 1, 2, 3 പൈ ബോൺസ് ഉണ്ട്. ഈ 3 പൈ ബോൺസിലും കൂടി ടോട്ടൽ 6 പൈ ഇലക്ട്രോൺസ് ഉണ്ട്. അപ്പോൾ ഈ 6 പൈ ഇലക്ട്രോൺസ് ഇൻവോൾവ് ചെയ്തിട്ട് ഇവിടെ സൈക്ലോ അഡീഷൻ റിയാക്ഷൻ നടക്കും. സൈക്ലോ അഡീഷൻ റിയാക്ഷൻ എങ്ങനെയാണ് നടക്കുക എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് കാർബണിലത്തെ പൈ ഇലക്ട്രോൺസ് 6th കാർബണിലോട്ട് പോകും. 6th കാർബണിലത്തെ പൈ ഇലക്ട്രോൺസ് ഇൻ ബിറ്റ്വീൻ 7, 8 പോകും. 7, 8 പോകുമ്പോഴത്തേക്ക് 8, 9 പൈ ഇലക്ട്രോൺസ് ഇൻ ബിറ്റ്വീൻ 9, 10 പോകും. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് സൈക്ലോ അഡീഷൻ റിയാക്ഷനാണ്. സൈക്ലോ അഡീഷൻ റിയാക്ഷൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് ഇങ്ങനെ ഒരു പ്രോഡക്റ്റ് കിട്ടും. ഇനി നോക്ക് ഇവിടെ ഇൻവോൾവ് ചെയ്ത നമ്പർ ഓഫ് പൈ ഇലക്ട്രോൺസ് 1, 2, 3, 4, 5, 6 എന്ന് പറയുമ്പോൾ 4n+2 പൈ ഇലക്ട്രോൺസ് ആണ്. റിയാക്ഷൻ നടക്കുന്നത് ഹീറ്റാണ്. ഇവിടെ നമ്മൾ വേറെ ഒന്നും ചെയ്തിട്ടില്ല, ഹീറ്റ് മാത്രമേ ഉള്ളൂ. ഹീറ്റ് ആകുമ്പോഴത്തേക്കും ഇവിടുത്തെ റൊട്ടേഷൻ ഡിസ് റൊട്ടേഷനാണ്. ഡിസ് റൊട്ടേഷൻ പറയുമ്പം ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ റൊട്ടേഷൻ പറയുമ്പോൾ ഒന്ന് എബോവ് ആണെങ്കിൽ ഒന്ന് ബിലോ ആയിരിക്കും. അപ്പോൾ നമ്മുടെ പ്രോഡക്റ്റ് ഇതാണ്, നമുക്ക് കിട്ടുന്ന പ്രോഡക്റ്റ് ഈസ് ഡി. അപ്പോൾ മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇവിടെ 5 ക്വസ്റ്റ്യനാണ് ഡിസ്കസ് ചെയ്തേക്കുന്നത്. നെക്സ്റ്റ് 5 ക്വസ്റ്റ്യൻ നെക്സ്റ്റ് വീഡിയോയിൽ. താങ്ക് യു. ഇവിടെ ഒരു റൂള്, ഇത് നിങ്ങൾക്ക് ഓർത്ത് വെക്കാൻ പറ്റുമെങ്കിൽ ഓർത്ത് വെക്കാം. നമ്മൾ സൈക്ലോ അഡീഷനും പെരിസൈക്ലിക് റിയാക്ഷനിൽ നമ്മൾ റിങ് ഓപ്പണിങ്, സൈക്ലോ അഡീഷൻ ആണെങ്കിലും റിങ് ഓപ്പണിങ്ങിലും നമ്മളൊരു റൂള് പറയാറുണ്ട്. നമ്മൾ ODC റൂൾ എന്ന് പറയും. ODC റൂള്. ഓ എന്ന് പറഞ്ഞാൽ ഓന്ന് മാത്രമേ നമ്മൾ പറയുന്നില്ല എങ്കിലും ഇതിൻ്റെ മീനിങ് ഇതിൽ നമ്മൾ എടുക്കുന്നത് ഓപ്പോസ് ഓർ സെയിം. ഗ്രൂപ്പ്സ് ഓറിയൻറ്റ് ചെയ്യുന്നത് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണോ സെയിം ഡയറക്ഷനിലാണോ, ഓപ്പോസ് ഓർ സെയിം. ഡി എന്ന് പറഞ്ഞാൽ റൊട്ടേഷനാണ്. ഈസ് ഇറ്റ് ഡിസ് റൊട്ടേഷൻ ഓർ കോൺ റൊട്ടേഷൻ. സി നമ്മൾ പറയുന്നില്ലെങ്കിൽ ഇതിൻ്റെ കൂടെ കോൺ റൊട്ടേഷൻ കൂടി ഉണ്ട്. സി എന്ന് പറഞ്ഞാൽ അലൈൻമെൻറ്റ്, കിട്ടുന്ന പ്രോഡക്റ്റിലത്തെ ഗ്രൂപ്പ്സ് അലൈൻ ചെയ്തിരിക്കുന്നത് സിസ് ആണോ ട്രാൻസ് ആണോ എന്നുള്ളത്. ഇപ്പം നിങ്ങൾ നോക്കും ഇവിടെ 4 പൈ ഇലക്ട്രോൺസ് ആണ്. 4 പൈ ഇലക്ട്രോൺസിൻ്റെ കാര്യമാണ് നമ്മൾ പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ നമുക്ക് റിങ് ഇതുള്ളത് സെയിം ഡയറക്ഷനിലാണ്. അപ്പോൾ ഞാൻ ഓപ്പോസിറ്റ് സെയിം എന്നുള്ളത് സെയിം എഴുതി. ഇനി എനിക്കറിയാം ഇവിടുത്തെ നമ്പർ ഓഫ് പൈ ഇലക്ട്രോൺസ് 4n പൈ ഇലക്ട്രോൺസ് ആണ്. അപ്പോൾ 4n പൈ ഇലക്ട്രോൺസ് ഹീറ്റിൻ്റെ പ്രസൻസിൽ കോൺ റൊട്ടേഷനാണ്. അപ്പോൾ 4n കോണ്, സെയിം കോൺ ആണെങ്കിൽ സിസ് ആയിരിക്കും. സെയിം കോണ് രണ്ടും സെയിം ആണെങ്കിൽ സിസ് റൊട്ടേഷൻ ആയിരിക്കും. എല്ലാം കോറിലേറ്റഡ് ആയിരിക്കും. നിങ്ങളിവിടെ 4n+2 പൈ ഇലക്ട്രോൺസിന് നോക്കൂ. 4n+2 പൈ ഇലക്ട്രോൺസിനും ഇവിടെ 2 ഗ്രൂപ്പ്, ഇവിടെ നമുക്ക് ഗ്രൂപ്പ് സെയിം ആണ്, സിസ് ആണെന്ന് കിട്ടി. അപ്പോൾ ഇവിടെ ഗ്രൂപ്പ് സിസ് ആണെന്ന് കിട്ടി. എനിക്കിവിടെ ഗ്രൂപ്പ് സിസ് സെയിം ഡയറക്ഷനിലാണെന്ന് കിട്ടി. അപ്പോൾ ഞാൻ സെയിം കിട്ടി. അപ്പോൾ 4n+2 നമ്പർ ഓഫ് പൈ ഇലക്ട്രോൺസ് 6 ആയതുകൊണ്ട് 4n+2 ആണ്. അപ്പോൾ ഹീറ്റിൽ ഡിസ് റൊട്ടേഷനാണ്, ഡിസ്. അപ്പോൾ സെയിം ഡിസ് അത് ഓറിയൻറ്റ് ചെയ്യുന്നില്ല. ഇതാണ് സെയിം വരുന്നത്. ഇത് സെയിം അല്ല, ഡിഫറെൻ്റ് ആണ്. ഡിഫറെൻ്റ് ആകുമ്പോൾ ഇവിടുത്തെ ഓറിയൻറ്റേഷൻ ട്രാൻസ് ആയിരിക്കും. അപ്പോൾ ഇത് വെച്ചിട്ട് നമ്മൾക്ക് എളുപ്പത്തിൽ നോക്കി കണ്ടുപിടിക്കാം. അപ്പോൾ 5 ക്വസ്റ്റ്യൻസ് ഇവിടെ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഈ 5 ക്വസ്റ്റ്യൻസും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് 5 ക്വസ്റ്റ്യൻസ് നെക്സ്റ്റ് വീഡിയോയിൽ. താങ്ക് യു.